നമസ്കാരം. 2006 ജൂലൈ 11 മുംബൈയിലെ ഒരു സായാഹ്നം. ഓഫീസും സ്കൂളുമൊക്കെ വിട്ടതിൻ്റെ തിരക്കിലായിരുന്നു അവിടെ. പെട്ടെന്നായിരുന്നു ആ നഗരത്തെ വിറപ്പിച്ച സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത്. വൈകുന്നേരം 6:20-നും 6:35-നും ഇടയിലാണ് മുംബൈ ലോക്കൽ ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളിൽ RDX ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. ഒന്നിന് പുറമെ ഒന്നായി 11 മിനിറ്റിനുള്ളിൽ നടന്നത് 7 ബോംബ് സ്ഫോടനങ്ങൾ. 189 പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. നൂറുകണക്കിന് പേർക്ക് സാരമായ പരിക്കേറ്റു. ഈ ദാരുണമായ സംഭവത്തിന് 19 വർഷങ്ങൾക്കിപ്പുറം കേസിലെ 12 പ്രതികളെയും ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയ വാർത്ത കേട്ട് രാജ്യം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. മുംബൈയെ പിടിച്ചുകുലുക്കിയ ആ ദിനം ഒരു കാലവും ഇന്ത്യ മറക്കുകയില്ല. വൈകുന്നേരം 6:20-ഓടെയാണ് ആദ്യ സ്ഫോടനം അന്നുണ്ടാകുന്നത്. ചർച്ച് ഗേറ്റിൽ നിന്ന് ബോറിവാലിയിലേക്കുള്ള വെസ്റ്റേൺ റെയിൽവേ ട്രെയിനിൽ ഖാർ സാന്താക്രൂസ് സ്റ്റേഷനുകൾക്കിടയിൽ സ്ഫോടനം നടക്കുകയായിരുന്നു. ഇതേസമയം ബാന്ദ്രയ്ക്കും ഖാർ റോഡിനും ഇടയിലുള്ള ഒരു ലോക്കൽ ട്രെയിനിലും ബോംബ് പൊട്ടി. തുടർന്ന് ജോഗേശ്വരി, മാഹിം ജംഗ്ഷൻ, മീര റോഡ്, ഭായന്ദർ, മാതുങ്ക, മാഹിം ജംഗ്ഷൻ, ബോറിവാലി എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 11 മിനിറ്റിനുള്ളിൽ നടന്ന ഈ 7 സ്ഫോടനങ്ങൾ നഗരത്തെ ഭീകരതയുടെ പിടിയിലാക്കി. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രതികളെ അഴിക്കുള്ളിലാക്കുന്നത്. ആ നാൾവഴികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 2026 ജൂലൈ 14-നാണ് ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ലഷ്കർ ഇ ഖാഹാർ എന്ന സംഘടന ഒരു TV ചാനലിന് ഇമെയിൽ അയക്കുകയും സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. 2006 ജൂലൈ 17 സ്ഫോടനങ്ങളിൽ RDXും അമോണിയം നൈട്രേറ്റും ഉപയോഗിച്ചതായി മുംബൈ ഫോറൻസിക്സ് സയൻസ് ലബോറട്ടറി സ്ഥിരീകരിച്ച ദിവസം. ബോംബുകൾ ചെമ്പൂരിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ചതാണെന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അതായത് ATS വെളിപ്പെടുത്തുകയായിരുന്നു. 2006 ജൂലൈ 21 സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2006 നവംബർ ATS സമർപ്പിച്ച കുറ്റപത്രത്തിൽ 13 പേരെ അറസ്റ്റ് ചെയ്യുകയും 15 പേർ ഒളിവിലാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് അതായത് MCOCA പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് അതായത് MCOCA അതായത് മക്കോക്ക എന്ന് പറയപ്പെടുന്ന അത് പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. 2007 ജൂൺ പ്രതികൾ മക്കോക്കയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത സുപ്രീം കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് സുപ്രീം കോടതി വിചാരണ സ്റ്റേ ചെയ്യാൻ ഉത്തരവിടുന്നു. 2008 സെപ്റ്റംബർ മുംബൈ ക്രൈംബ്രാഞ്ച് 5 ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. ബോംബുകൾ സ്ഥാപിച്ചത് പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞതോടെ ATSും ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണങ്ങളിൽ വൈരുദ്ധ്യം പ്രകടമായി. 2009 ഫെബ്രുവരി അറസ്റ്റിലായ ഇന്ത്യൻ മുജാഹിദീൻ നേതാവ് സാദിഖ് ഷെയ്ഖ് ഒരു വാർത്താ ചാനലിൽ സ്ഫോടനങ്ങൾക്ക് നേതൃത്വം നൽകിയതായി കുറ്റസമ്മതം നടത്തുന്നു. 2010 ഫെബ്രുവരി കേസിലെ ചില പ്രതികൾക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഷാഹിദ് ആസ്മി മുംബൈയിലെ ഓഫീസിൽ വെടിയേറ്റ് മരിക്കുന്നു. 2013 ഓഗസ്റ്റ് 2002 ഗുജറാത്ത് കലാപത്തിന് പ്രതികാരമായി 2006 സ്ഫോടനങ്ങൾ ഇന്ത്യൻ മുജാഹിദീൻ നടത്തിയതാണെന്ന ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് അറസ്റ്റിലായ ഇന്ത്യൻ മുജാഹിദീൻ സഹസ്ഥാപകൻ യാസിൻ ഭട്കൽ അവകാശപ്പെട്ടു. 2014 ഓഗസ്റ്റ് വിചാരണ കോടതി നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും വിധി പറയാൻ മാറ്റിവെച്ചു. 2015 സെപ്റ്റംബർ കേസിൽ അറസ്റ്റിലായ 13 പേരിൽ 12 പേരെ മക്കോക്ക കോടതി കുറ്റക്കാരാണെന്ന് വിധിച്ചു. കമാൽ അൻസാരി, ഫൈസൽ ഷെയ്ഖ, എസ്തേഷാം സിദ്ദിഖി, നവീദ് ഖാൻ, ആസിഫ് ബഷീർ ഖാൻ എന്നീ 5 പ്രതികൾക്ക് വധശിക്ഷയും മുഹമ്മദ് അലി, മുഹമ്മദ് സാജിദ് അൻസാരി, മജീദ് ഷാഫി, ഡോക്ടർ തൻവീർ അൻസാരി, മുസമിൽ ഷെയ്ഖ, സമീർ ഷെയ്ഖ, സൊഹൈൽ ഷെയ്ഖ് എന്നീ 7 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. പ്രതികളിൽ ഒരാളെ കോടതി വെറുതെ വിട്ടു. ഏറെക്കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കും കോടതി നടപടികൾക്കും ശേഷം 2025 ജൂലൈ 21 തിങ്കളാഴ്ച ബോംബെ ഹൈക്കോടതി കേസിലെ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കി. പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും അവർ കുറ്റകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കോടതി നിരീക്ഷിച്ചു. 19 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഈ വിധി
രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ വിധി തീവ്രവാദ കേസുകളിലെ തെളിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിയമ നടപടികളുടെ സങ്കീർണതകളെക്കുറിച്ചും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നത് ശ്രമകരം തന്നെയാണ്.